വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് ഓണമാണ്. അതെ, ഹാപ്പി ഓണം. ഒന്നുകൂടെ പറഞ്ഞോ, കേട്ടില്ല. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ഓണം. പിന്നെ ഞങ്ങൾ ഇന്ന് ഓണത്തിന് അങ്ങനെ പ്രത്യേകിച്ച് സെലിബ്രേഷൻസും കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഓണസദ്യ കഴിക്കുന്നു, പുറത്ത് പോയിട്ട് ഒരു പടം കാണുന്നു, തിരിച്ച് വീട്ടിലേക്ക് വരുന്നു, അത്രേ ഉള്ളൂ. എന്റെ അനിയത്തിയുണ്ട് കൂടെ. രണ്ടുപേരും ഓണം ലുക്കിലൊക്കെ ഒരുങ്ങി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഓണം ഔട്ട്ഫിറ്റ്സ് ഒന്നും ഇല്ല, എന്നാലും ഞങ്ങൾ ഡ്രസ്സ് ഓണമായിട്ട് മാച്ച് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു. പൂക്കളൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ ഞങ്ങൾ എന്തായാലും പോയി സദ്യ കഴിക്കട്ടെ. ഇപ്പൊ തന്നെ സമയം 1 മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഞങ്ങൾ വേഗം പോയി സദ്യ കഴിക്കട്ടെ. ഞങ്ങള് 2-3 ഹോട്ടലിൽ പോയി. തിരക്കൊണ്ട് ഞങ്ങൾക്ക് അടുക്കാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് തിരക്കാണ്. ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ മാത്രമായിരിക്കും ഓണത്തിന് പുറത്ത് പോയി സദ്യ കഴിക്കുന്നത്. പക്ഷെ നല്ല റഷാണ്. ഇപ്പം വേറൊരു ഹോട്ടലിൽ പോയി നോക്കിയിട്ടുണ്ട് മോബിക്കാക. എന്ത് സ്ഥിതി നോക്കട്ടെ. വാട്ട് ഹാപ്പൻ? 1 മണിക്കൂർ ബുക്കിംഗ് ആണോ? നമുക്ക് അപ്പുറത്ത് പോയേക്കാം. അപ്പുറത്ത് തന്നെ സ്ഥിതി. ആര് പറഞ്ഞു? ഞാൻ പറയുന്നു സോറി ഗായ്സ്. എന്താ സദ്യ ഇല്ലേ? അങ്ങനെ ഞങ്ങൾ ഫൈനലി ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. അവിടുന്ന് ഞങ്ങൾക്ക് സദ്യയും കിട്ടി. ഞങ്ങൾ എല്ലാവരും സദ്യയൊക്കെ കഴിച്ചത് എവിടെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാണുമ്പോൾ തന്നെ. അപ്പോൾ അത് ഇതാ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങൾ നല്ല ഓണസദ്യയൊക്കെ കഴിച്ചു. എല്ലാ ഐറ്റംസും ഉള്ള നല്ല സദ്യ ഉണ്ടായിരുന്നു. മാളൂട്ടിക്കെല്ലാം നല്ല ഇഷ്ടമായി. പായസമൊക്കെ ഉണ്ടായിരുന്നു. 2 ടൈപ്പ് പായസം ഉണ്ടായിരുന്നു. മാളൂട്ടി പക്ഷേ പായസം ഒന്നും കഴിക്കില്ല കേട്ടോ സദ്യൻ്റെ കൂടെ അങ്ങനെ. പക്ഷേ എനിക്കിഷ്ടമാണ്, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പായസവും പഴവും പപ്പടമൊക്കെ സദ്യ കഴിച്ചിട്ട് കഴിക്കാൻ. സദ്യ കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്കിനി പടത്തിന് പോകാൻ. ലുലുവിലാണ് ഞങ്ങൾ മൂവി കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞങ്ങൾ ലുലുവിൽ ചെന്ന സമയത്ത് ഇതുവരെ കാണാത്ത പാർക്കിങ്ങിൻ്റെ സെക്ഷനിലൊക്കെ ആയിരുന്നു വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു ലുലുവിലൊക്കെ. ഓണായതുകൊണ്ടായിരിക്കാം. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. എന്താ മോളു? അങ്ങനെ ഞങ്ങൾ ലുലുവിലെത്തി. അവിടെ ചെന്നപ്പോൾ മാളൂട്ടീൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊരു കുട്ടി വന്നേ. അപ്പോൾ നോക്കുമ്പോൾ 2 പേരും ഒരേ ടീഷർട്ട്. ഇവര് 2 പേരുടെ ടീഷർട്ട് നോക്കിക്കോട്ടോ. ഇതെങ്ങനെ മാച്ചായി? ഇതെങ്ങനെ മാച്ചായി മാളു? ഇതെങ്ങനെ മാളു? അങ്ങനെ ഞങ്ങൾ മൂവി കാണാൻ വേണ്ടിയിട്ട് തിയേറ്ററിലേക്ക് പോവാണ്. അവിടെയും ഇതുപോലെ ഓണപ്പൂക്കളൊക്കെ ഇട്ട് നല്ല ഒരു ഓണം വൈബൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ കിഷ്കിന്ദകാണ്ഡം എന്ന് പറഞ്ഞിട്ട് ആസിഫ് അലി അപർണ അഭിനയിച്ച പുതിയ മൂവിയാണ് കേട്ടോ കാണാൻ പോയിട്ടുണ്ടായിരുന്നത്. നല്ല മൂവിയായിരുന്നു. ഒരു വെറൈറ്റി സ്റ്റോറിയൊക്കെ ആയിരുന്നു. മാളൂട്ടി പിന്നെ തിയേറ്ററിൽ എത്തുമ്പോൾ തൊട്ട് കഴിക്കാൻ എന്താ വേണ്ടത്, അതെന്തൊക്കെയാണ് വാങ്ങിക്കേണ്ടത് എന്നൊക്കെ പ്ലാൻ ചെയ്യായിരിക്കും കേട്ടോ എപ്പോഴും. ഇപ്രാവശ്യം ലിച്ചുവിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് വാങ്ങേണ്ട സാധനങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഞങ്ങൾ മൂവിയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഹൈപ്പറിലൊന്ന് കയറി. ഹൈപ്പറിൽ കയറിയ സമയത്ത് ഞങ്ങളൊരു ക്യൂട്ട് ബേബീനെ പരിചയപ്പെട്ടെ. ഹൈപ്പറിൽ ഓണം ആയതുകൊണ്ട് ഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ. നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം. അവിടെ നല്ല ഭംഗിയിൽ ഡെക്കറേറ്റ് ചെയ്ത പോലെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇറങ്ങി. ഇനി അനിയത്തീനെ ഡ്രോപ്പ് ചെയ്യണം. അപ്പോൾ ഫുഡ് വാങ്ങിച്ചിട്ട് ഞങ്ങൾ അവളുടെ അടുത്ത് പോയിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മുടെ ഓണം ഡേ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ബൈ ബൈ ഫ്രം മാളൂട്ടീസ് വ്ലോഗ്.